everyone, welcome to our YouTube channel. എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് ആക്ച്വലി നമ്മളൊരു ഫൺ വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ കുക്കിംഗ് വീഡിയോസ് ആയിട്ടൊന്നും അല്ല വന്നേക്കണേ. റീസെൻ്റ് ആയിട്ട് നടന്ന ചില ഇവൻറ്റ്സിനെ പറ്റിയുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, അറ്റ്ലീസ്റ്റ് കറണ്ട് അഫയേഴ്സിൽ കുറച്ചെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒളിമ്പിക്സ് നടക്കുവാണ്. സോ ഒളിമ്പിക്സിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ആഞ്ചല കരീനി വേഴ്സസ് ഇമാനെ ഖലീഫിൻ്റെ ബോക്സിംഗ് മാച്ച്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പില്ല അവരുടെ നെയിംസിൻ്റെ, അല്ലെങ്കിൽ ഐ എം സോറി. ബട്ട് എനിവേസ് ആ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് എൻ്റെ കുറച്ച് ഒപ്പീനിയൻ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ പറയുവാണെങ്കിൽ, ആഞ്ചല കരീനി ഇറ്റാലിയനും ഇമാനെ ഖലീഫ് അൾജീരിയൻ സൈഡും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അപ്പം ബോക്സിംഗ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 45 സെക്കൻഡ്സ് ആയപ്പോഴത്തേക്കും ആഞ്ചല ക്വിറ്റ് ചെയ്യാണ് ഉണ്ടായത്. അത് ഒരു സ്ട്രോങ് പഞ്ച് ഇമാനയുടെ സൈഡിൽ നിന്ന് ഫേസിലേക്ക് ഡയറക്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര പെയിൻ വന്നു എന്നൊക്കെയാണ് പറയണത്. എന്താണ് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമാനെ ഖലീഫ് ആക്ച്വലി ഒരു ബയോളജിക്കൽ വുമൺ അല്ല. ആസ് ഇൻ ബോൺ ജെൻഡർ മെയിലാണ്. ബട്ട് നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദർ ആർ മെൻ ഹു ഐഡൻറ്റിഫൈ ആസ് വിമൻ, വിമൻ ഹു ഐഡൻറ്റിഫൈ ആസ് മെൻ, ഹ്യൂമൻസ് ഹു ഐഡൻറ്റിഫൈ ആസ് കാറ്റ്സ്, പിന്നെ എന്താ നോൺ ബൈനറി, അങ്ങനെ ഒരുപാട് ഐ തിങ്ക് ഓവർ 20 ജെൻഡേഴ്സ്, റെക്കഗ്നൈസ്ഡ് ജെൻഡേഴ്സ് ഉണ്ട് നമുക്ക്. അതിലൊന്നും ഒരു തെറ്റില്ല. അതിലൊക്കെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കണില്ല എന്നും പറഞ്ഞ് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലർ അവരുടെ ഐഡന്റിറ്റി ചിലപ്പോൾ അവർ തന്നെ സ്വയം ഉൾക്കൊള്ളുന്നത് വേറെ രീതിയിലായിരിക്കും. അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. എവിടെയാണ് ഇത് പ്രശ്നമാവുന്നത്? നമ്മുടെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും മറ്റൊരാളെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കുമ്പോഴാണ് ഇതൊക്കെ ഒരു ഇഷ്യൂ ആവുന്നത്. ഇതിൻ്റെ ഒരു ദ്രോഹം എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒളിമ്പിക് കമ്മിറ്റി ഇമാനെ ഖലീഫിനെ അലൗ ചെയ്തു എന്നുള്ളതാണ്. അതും കഴിഞ്ഞ ഒളിമ്പിക്സിൽ പങ്കെടുത്തില്ല, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഹൈപ്പ് ഇഷ്യൂവിന് വരണേ? അതിൻ്റെ റീസൺ നോക്കുവാണെങ്കിൽ IBF, അതായത് ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇമാനെ ഖലീഫിനെ ബാൻ ചെയ്തു 2023. അതിന്റെ റീസൺ റിപ്പോർട്ട്സ് പറയുന്നത് ഹൈ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഡിറ്റക്ട് ചെയ്തു, അതായത് ജെൻഡർ എബിലിറ്റി ടെസ്റ്റ് ഫെയിൽ ആയിരുന്ന ഹൈ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ പുള്ളിക്കാരി എന്ന് പറയാമോന്ന് എനിക്കറിയില്ല. എനിവേസ് ആ പേഴ്സണിൽ കണ്ടു എന്നുള്ളതൊരു അൺഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ആണ്. ഒഫീഷ്യലി IBF കൺവേ ചെയ്തേക്കുന്ന സെപ്പറേറ്റ് യെറ്റ് റെക്കഗ്നൈസ്ഡ് ടെസ്റ്റ് ഫെയിൽ ആയിന്ന്. സെപ്പറേറ്റ് യെറ്റ് റെക്കഗ്നൈസ്ഡ്, അപ്പോൾ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, ജെൻഡർ ടെസ്റ്റ്, ഈ പേഴ്സൺ ഫെയിൽ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു വുമൺ എന്ന് ഐഡന്റിഫൈ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡഡ് ഒരു പബ്ലിക് സ്പോർട്ടിംഗ് ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇനി അതിലെന്താ തെറ്റ്? പിന്നെ എന്തുകൊണ്ട് ഒളിമ്പിക്സിൽ ആക്സെപ്റ്റ് ചെയ്തുകൂടാന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒളിമ്പിക് കമ്മിറ്റി എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ആളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു മെയിൻ റീസൺ ഇസ് എവറി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു പ്രാക്ടീസ് സ്പോർട്ട് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ആൻഡ് അത് 100% കറക്റ്റ് ആണ്. എവറി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു practice whatever they are good at or whatever they feel that they are capable in. അത് it is true. But ഈ റെസ്ലിംഗ് അല്ലെങ്കിൽ ബോക്സിങ് അങ്ങനെയുള്ള കോണ്ടാക്ട് സ്പോർട്സിലൊക്കെ ഒരു വെയിറ്റ് കാറ്റഗറി നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പം ക്രിക്കറ്റ് ഗെയിം ആണെങ്കിലും ഫുട്ബോൾ ഗെയിം ആണെങ്കിലും അതിലൊന്നും പല ബിൽഡിലുള്ള, പല സൈസിലുള്ള, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. പല ടീംസ് തന്നെ അവരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചുള്ള ഡിഫറൻസ് നമുക്ക് കാണാം. പക്ഷെ ഇങ്ങനെയുള്ള കോണ്ടാക്ട് സ്പോർട്ടുകൾ, അതായത് കോണ്ടാക്ട് സ്പോർട്ട് ഇൻ ദ സെൻസ് റെസ്ലിംഗ്, ബോക്സിങ്, അങ്ങനെയുള്ള ഭയങ്കര ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്ന സ്പോർട്സിന് ഒരു വെയിറ്റ് കാറ്റഗറി വെച്ചേക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? 5 കിലോ ഉള്ള ഒരാളുടെയും 15 കിലോ ഉള്ള ആളുടെയും സ്ട്രെങ്ത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ?
അതുപോലെ തന്നെയാണ് ഒരു 20 വയസ്സുള്ള പുരുഷനും 20 വയസ്സുള്ള സ്ത്രീയും തമ്മിലുള്ളൊരു ബിൽഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന്റെ ഈ ഫെമിനിസം എന്ന് പറഞ്ഞ. അപ്പം ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഈ ഫെമിനിസം ഇക്വാലിറ്റി വേണം എന്നൊക്കെ പറയണില്ലേന്ന്. ഫെമിനിസം ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത്, എനിക്കും ഒരു സെയിം ഡിഗ്രി സെയിം ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഈസി ആയിട്ട് ഞാൻ പറയുന്നത്, ഞാൻ പ്രിയങ്ക ചോപ്രയുടെ ഒരു വേർഡ്സ് കടമെടുക്കുകയാണ്. ഗിവ് മീ ദ പൊസിഷൻ, ഗിവ് മീ ദ ജോബ് ബിക്കോസ് ഓഫ് മൈ കേപ്പബിലിറ്റി, നോട്ട് ബിക്കോസ് ഓഫ് മൈ ജെൻഡർ. അതായത് എനിക്കൊരു ഡിഗ്രി ഉണ്ട്, എനിക്കൊരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. സെയിം ലെവൽ ഓഫ് ഡിഗ്രി ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആണുണ്ടെങ്കിൽ വി ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. അയാൾ ഒരു ആണായതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല, അയാൾക്കൊരു പ്രിഫറൻസ് കൊടുക്കാൻ പാടില്ല. അതാണ് ഈക്വാലിറ്റി അല്ലെങ്കിൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇത്രയും വലിയ മസിലൊക്കെ മേടിച്ച് എൻ്റെ അത്രയും ഉള്ള ഒരാളെ ഇടിച്ച് താഴെ ഇടാൻ പറ്റണം എന്നുള്ളതല്ല ഫെമിനിസത്തിന്റെയോ ഇക്വാലിറ്റിയുടെയോ ഇന്റൻഷൻ. അതുപോലെ തന്നെ എത്രയായാലും ഒരു സെയിം എമൗണ്ട് ഓഫ് ഏജ് വെയ്റ്റ് കാറ്റഗറിയിലുള്ള ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ അതിൻ്റെതായ സ്ട്രെങ്ത് ഡിഫറൻസ് ഉണ്ട്. അത് സാമാന്യ ബോധമാണ്. അപ്പം ഈ ഒരു പേഴ്സൺ പെണ്ണാണെന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ബോഡി ബിൽഡ് മാറുന്നുണ്ടോ, സ്ട്രെങ്ത് മാറുന്നുണ്ടോ? ഇല്ല. ഇപ്പം ആഞ്ചല ആണെങ്കിൽ എത്ര ഇടി കൊണ്ടായിരിക്കുമോ ഒളിമ്പിക്സ് വരെ എത്തിയിട്ടുണ്ടാവുക നമുക്കൊക്കെ ഊഹിക്കാം. അങ്ങനെ വയ്യ പോണ ഒരു ബോക്സർക്കാണെങ്കിലും ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ കിട്ടും, ഒരു കൺട്രി റെപ്രസെന്റ് ചെയ്ത് പോകാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഇഷ്ടംപോലെ ഇടിയും വേദനയൊക്കെ സഹിച്ചാണ് അവരവിടെ എത്തിയത്. പക്ഷെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം എന്ന് പറയുമ്പോൾ അത് അവരിറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞത് റീസൺ ആയിട്ട് കാണുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല. അങ്ങനെയുള്ളൊരു ഇവിടെ എന്താണ് നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ എനിക്കറിയില്ല. മേ ബി എന്നെക്കാളും വിവരമുള്ള ആൾക്കാർ അതിന് ഒരു ഒപ്പീനിയൻ കണ്ടെത്തണം. ബട്ട് ഒരു സെപ്പറേറ്റ് കാറ്റഗറി എന്തുകൊണ്ട് വെച്ചുകൂടാ? അപ്പോഴും ഈ സോ കോൾഡ് സപ്പോർട്ടേഴ്സിന്റെ ഒരു ആൻസർ ഉണ്ട് അതിന്. ചിലരുടെയൊക്കെ ഇറ്റ് വിൽ നോട്ട് ബി അത് ന്യായമായിരിക്കില്ല ആ കാറ്റഗറിയിൽ, ട്രാൻസ് കാറ്റഗറിയിൽ പെടുന്ന എല്ലാവർക്കും. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് തന്നെ അറിയാം. അതായത് ഒരു മെയിൽ ബിൽഡ് ഉള്ള ഒരാൾ ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും ഫീമെയിൽ ബിൽഡ് ഉള്ള ഒരാൾ നാളെ മെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു കോണ്ടാക്ട് സ്പോട്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് പേഴ്സൺ വിൽ ഹാവ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ എന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെ ഉള്ളപ്പോ ഇത് ശരിയാണോ? ഇത് ന്യായമാണോ? ഇത് എന്ത് ഇൻജസ്റ്റിസ് ആണ് ആ പെൺകുട്ടിയോട് കാണിക്കുന്നത്? ഇതാണ് ആക്ച്വലി എൻ്റെ ഈ വിഷയത്തിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ. അതായത് XY ക്രോമസോം ഉള്ള ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ കാറ്റഗറിയിലുള്ള പെൺപിള്ളേരെക്കാളും നല്ല സ്ട്രെങ്ത് ഉള്ള ബിൽഡുള്ള ആണായി ജനിച്ച അല്ലെങ്കിൽ XY ക്രോമസോമുള്ള ജനറ്റിക്കലി മെയിലായിട്ടുള്ളൊരു പേഴ്സണ് ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്ത് ഇക്വാലിറ്റിയുടെ ബേസിൽ ഇങ്ങനെ അലൗ ചെയ്യാം എങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. അത് തെറ്റോ ശരിയോ എന്ന് ജഡ്ജ് ചെയ്യാൻ എനിക്ക് അറിയില്ല. ബട്ട് എൻ്റെ ഒപ്പീനിയൻ അതാണ്. സോ ഈ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ഞാൻ ഇടുന്നത്. എനിക്കറിയാം ഇതിന് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും. 10 പേര് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു. ബട്ട് ഈവൻ ദെൻ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ വീഡിയോ കാണുന്നവർ താഴെ അറിയിക്കുക. താങ്ക് യു.